വാ. അവളെ ഫേസ് ചെയ്യേണ്ട കാര്യം ആലോചിച്ചിട്ടേ എനിക്ക് നല്ല ടെൻഷൻ ആവണ്ട ആദി. ആരാ? ആദ്യയുടെ കാര്യമാണ് ഈ പറയുന്നത്. അവൾ ഈ കാര്യമൊക്കെ എങ്ങനെ അറിയാനാ? ഹലോ, അവൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവള് വേണ്ടത് എടുത്തിട്ടുണ്ടാവും. ആൻഡ് മോറോവർ, അവള് കംപ്ലീറ്റ്ലി പെൺകുട്ടികളുടെ സൈഡാ. നമ്മളെ അവള് ഇന്ന് കൊല്ലാക്കൊല ചെയ്യും. ആൻഡ് ബൈ ദ വേ, നീ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുക. എന്റെ കാര്യമാണ്. എല്ലാം വരുന്നോടത്ത് വെച്ച് കാണാം. നീ വാ. ചേട്ടാ, സുഖല്ലേ? ഹായ് മോളെ, സുഖമാണല്ലോ. നിനക്ക് സുഖമല്ലേ? എനിക്ക് ചേട്ടനോട് ദേഷ്യം. മിണ്ടണമെന്ന് വിചാരിച്ച വന്നത്. വേദാന്ത പറഞ്ഞ ശരിയാ. ഇവൾ ഓൾറെഡി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാൻ തോന്നുന്നു. എന്തൊരു കഷ്ട ചേട്ടന്റെ കാര്യം. ഇത്രയും നാളായിട്ട് പോലും ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഏയ് നോ, അങ്ങനെയൊന്നും അല്ല മോളെ. നീ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ചേട്ടനാകെ ഒരു അനിയനല്ലേ ഉള്ളൂ. അനിയത്തിയായിട്ട് ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കാര്യം അന്വേഷിക്കാനും തിരക്കാനും ഒക്കെ വേറെ ആരാ ഉള്ളേ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരുപോലെയാ. ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുക. ഓ, നീ ഇതിനു വേണ്ടിയാണോ ദേഷ്യപ്പെട്ടത്? ആക്ച്വലി ഞാനിവിടെ വന്നത് തന്നെ അതിനു വേണ്ടിയാ. എന്റെ പൊന്നനിയത്തിക്ക് സുഖമാണോ, വയറ്റിലുള്ള കുഞ്ഞിന്റെ സുഖവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയും കൂടെ അങ്ങോട്ട് വന്നേ. കൂടുതലൊന്നും പറയണ്ട, അഭിനയിക്കണ്ട കേട്ടോ. എന്റെ ഗുരുവായൂരപ്പ, നീ രക്ഷിച്ചു. ആദ്യം ഒന്നും അറിഞ്ഞിട്ടില്ല. സീരിയസ്ലി ആദ്യ, ഐ നോ ഇറ്റ്സ് ബീൻ ക്വൈറ്റ് എ ലോങ് ടൈം. പക്ഷെ ഞാൻ വേദാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും തിരക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ വേദാന്തിനോട് ചോദിച്ചു നോക്ക്. അതെ, നിന്നെ പോലെ ഒരു അനിയത്തി കിട്ടണമെങ്കിൽ എന്ത് വലിയ ഭാഗ്യം ചെയ്യണം ഞങ്ങള്. അതെ അതെ. സോപ്പ് എനിക്ക് തന്നെ സോപ്പ് ഇടുന്നോ? രണ്ടുപേരും കൂടി ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നോ? ആദ്യ, നീ ഇപ്പൊ എന്തായി പറയുന്നേ? മോള് പറയുന്നൊന്നും ഏട്ടന് മനസ്സിലാവുന്നില്ല. ആദ്യം മുതൽ ഞാൻ ഇത് തന്നെയല്ലേ പറഞ്ഞിരുന്നത്. പൊട്ടന്മാര് നിന്ന് അനുഭവിക്കും. നിങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല. അത്ര വലിയ പാവങ്ങളാണല്ലേ. സഹോദരിയുടെ ഇത്ര വലിയ റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടും നല്ല റെസ്പെക്ട് ഒക്കെ ഉണ്ടാവണ്ടേ? എനിക്കൊരു ന്യായം, അവർക്കൊരു ന്യായമാണോ? അവര് രണ്ടുപേരും ഇന്നസെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ അവരെ കാണിക്കാൻ വേണ്ടി വേറെ പെൺകുട്ടികളെ കൊണ്ടുവരുവാണോ? നിങ്ങൾ രണ്ടുപേരും ശരിക്കും ആരാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നേ? പെങ്ങന്മാർക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. ചെവി വേദനിക്കുന്നു. അയ്യോ, അടിക്കല മോളെ. സോറി. അയ്യോ അയ്യോ, ആദ്യം മോളെ അടിക്കണേ. അവര് പറ്റിക്കാൻ പോവാണോ? അവര് പറ്റിക്കാൻ പോവാണോന്ന്? പ്ലീസ്. ആഹാ, അമ്മ ചേച്ചിയാണല്ലോ വന്നിരിക്കുന്നത്. അമ്മ ചേച്ചിയുടെ കാര്യം പറയുന്ന കൂട്ടത്തില് അഞ്ജുവിനെ പറ്റിയും ചോദിക്കാം. ഹായ് അമ്മ ചേച്ചി. ഏയ് മനു, വാടാ വന്നിരിക്കെ. എന്താണ് മോനെ, നിനക്ക് എന്നെയൊക്കെ ഓർമ്മയുണ്ടോ? ആര് പറഞ്ഞു ഓർമ്മയില്ലെന്ന്? അന്ന് കണ്ടതുപോലെ തന്നെ ഇന്നും ഉണ്ടല്ലോ ചേച്ചി. പിന്നല്ലാതെ, ഞാനൊക്കെ ഒരേ ഒരു റെയർ ബ്രാൻഡ് അല്ലേ, ഒരു മാറ്റം ഉണ്ടാവില്ല. പേരെന്താ ചേച്ചി? എന്തിന്റെ പേര്? ഏതോ ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞല്ലേ അത്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഇല്ല ചേച്ചി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷവും ഇല്ലടാ. നിന്റെ വിശേഷം എന്താന്ന് പറ. അയ്യോ, എനിക്കെന്ത് വിശേഷം ചേച്ചി? നീ അല്ലേ മൂത്തത്, എന്നോട് കാര്യം പറ. കൊള്ളാലോടാ, നീ നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. അയ്യോ ചേച്ചിക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. പിന്നെ
അങ്കിളിനും അനിക്കൊക്കെ സുഖമല്ലേ? അവർക്ക് സുഖം. ആരതി ചേച്ചു? ചേച്ചിക്ക് സുഖാണ്. അപ്പൊ അതിഥി ചേച്ചു? അവൾക്ക് സുഖാണല്ലോ. പിന്നെ അഞ്ജുവോ? ഓ, അവള് സുഖമായിട്ടിരിക്കുക അവിടെ. ഇവൻ കൊള്ളാലോ പാറു. നിന്റെ അനിയന് എന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ നല്ല ഓർമ്മയാണല്ലോ. പിന്നെ അല്ലാതെ, ഞാനും ചേച്ചിയുടെ വീട്ടിലെ ആളല്ലേ. പിന്നെ ചേച്ചി, അഞ്ജുവിന്റെ കോളേജൊക്കെ എങ്ങനെയുണ്ട്? കോളേജൊക്കെ നല്ല സൂപ്പറാണെന്നാ പറഞ്ഞത്. എന്റെ കോളേജ് അങ്ങനൊക്കെ തന്നെയാ. പിന്നെ ഉണ്ടല്ലോ, അവൾക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അവളെ പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനവള് പഠിച്ചാൽ മാത്രം മതി. അഞ്ജു അടിപൊളിയായിട്ട് പഠിച്ചോളും, ചേച്ചി ടെൻഷനാവണ്ട. അത് പിന്നെ അഞ്ജു ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണല്ലോ, അതാ അങ്ങനെ പറഞ്ഞേ. അത് ആ കോളേജിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. ഗുഡ്. താങ്ക്സ് ചേച്ചി. എടാ മോനെ, ഞാൻ ഗുഡ് എന്ന് പറഞ്ഞതേ അഞ്ജുവിനെ. ഞാൻ താങ്ക്സ് പറഞ്ഞതും അഞ്ജുവിന് വേണ്ടിയാ. അത് പിന്നെ ആ ചേച്ചി, ഞങ്ങൾ ഒരേ പ്രായക്കാര് സപ്പോർട്ട് ചെയ്യണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ. പറഞ്ഞതൊക്കെ കറക്റ്റാ, സബാഷ്. ചേച്ചി, അഞ്ജുവിന് മെഡിക്കൽ ഫീൽഡിൽ ഡെന്റലിൽ പഠിക്കണമെന്നല്ലേ ആഗ്രഹം? അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ലടാ. ഇല്ല അല്ലേ? അമ്മ ചേച്ചി, ഇനി എന്താടാ? അത് പിന്നെ അഞ്ജുവിനുണ്ടല്ലോ, കുഞ്ഞായിരിക്കുമ്പോ ഒരു പിങ്ക് കളർ ഡ്രസ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോഴും അവളുടെ കയ്യിലുണ്ടോ? എന്താ മോനെ മനു, എന്റെ അനിയത്തിയുടെ കാര്യങ്ങള് എന്നെക്കാളും നന്നായിട്ട് നിനക്ക് അറിയാൻ തോന്നല്ലോ. ചേച്ചിയുടെ അത്ര എനിക്കെന്താ അറിയാനാ, എന്തൊക്കെയാണെങ്കിലും അവള് ചേച്ചിയുടെ അനിയത്തിയല്ലേ. അമ്മു, ഇവൻ ഇത്രയൊക്കെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്ക് മനസ്സിലായോ? എന്താടാ മനു, നിനക്ക് എന്റെ അനിയത്തിയോട് ലൈൻ അടിക്കാനുള്ള വല്ല പുറപ്പാടുവാണോ? ഒന്ന് പോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല. പ്രീതു, എന്തായാലും നമ്മൾ പോയ കാര്യമൊക്കെ നടന്നു. ഇനി വേറൊരു കാര്യത്തിൽ തലയിടാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കാം. ബ്രോ പറഞ്ഞ ശരിയാ. ഇനി പ്രേമമില്ല, ലവേഴ്സിനെ ഹെൽപ്പും ചെയ്യുന്നില്ല, എല്ലാം പൊട്ടന്മാരാ. റൗഡി കൊച്ചേ, നീ എങ്ങനെയാ ഈ വീട്ടിലെത്തിയത്? വിക്കിച്ചേട്ടൻ വിക്കിച്ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നില്ലേ, അതുപോലെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ കൂൾ കൂൾ, റിലാക്സ്. ഹായ് ഹായ് മിസ്സിസ് പാർവതി, ആദിത്യൻ സർ. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ? കഥയില് പുതിയ ലവേഴ്സ് ഒക്കെ എൻട്രി ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ. എന്താ വിശേഷം? നിങ്ങളിനി പുതിയ ലവേഴ്സിനൊക്കെ നോക്കി ഇറങ്ങുന്നുണ്ടോ? അത്രയും ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. കഴിക്കാൻ 3 നേരം ഭക്ഷണം കിട്ടിയാൽ മതി, അത് തന്നെ സമാധാനം എന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങും. അതിന്റെ ഇടയിൽ നിങ്ങളുടെ ചേട്ടന്മാര് വെറുതെ വലിയ ആളാണെന്ന് കാണിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അത് തന്നെ ഞങ്ങളും ചെയ്താ ഞങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവുക? അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെയാ. ശരിയാ, റൗഡി കൊച്ചു പറഞ്ഞാൽ വളരെ കറക്റ്റാ. റൗഡി കൊച്ചേ, റൗഡി കൊച്ചിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? റൗഡി കൊച്ചിനെ ആദ്യമായിട്ട് നാവില് തേനും വൈമ്പും തേച്ചെന്ന് ആരാ? അതാരാണെന്നൊന്നും എനിക്കറിയില്ല. എന്താ കാര്യം? അതാരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നേരിട്ട് പോയി സാഷ്ടാംഗം പ്രണമിക്കായിരുന്നു. നിനക്കറിയോ പ്രീതു, 24/365 days നോൺ സ്റ്റോപ്പ് ആയിട്ട് വള വള വളാന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാ ചോദിച്ചേ, ടെൻഷൻ ആവണ്ട കേട്ടോ. വിക്കിച്ചേട്ടാ, എന്റെതേ ഫിൽട്ടർ ഇല്ലാത്ത മനസ്സാ. അകത്തൊന്നും വെച്ചോണ്ടിരിക്കില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു തീർത്തോണ്ടേയിരിക്കും. മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കും. കാണാൻ ടഫാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നല്ല കുട്ടിയാ. അത് പോട്ടെ, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളുടെ സ്റ്റൈലും സ്മൈലും നല്ല ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. എന്തു പറ്റി? ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല റൗഡി കൊച്ചേ, ഈ പ്രശ്നം കുറച്ച് നാളായിട്ട് മനസ്സിലുള്ളതാ. നിങ്ങളെ കണ്ടിട്ട് എന്തോ വിഷമമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. രണ്ടുപേർക്ക് ഓരോ പെഗ് കയറില്ലേ? മദ്യപിക്കാനോ? ഈശ്വരാ, ശിവശിവ. ഞങ്ങളുടെ ലവ് ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, അതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറ്റുമോ?
ഇല്ല, പരിഹാരമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഈ വഴി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനമൊക്കെ കിട്ടും. ആ പറഞ്ഞത് ശരിയാ. ഓ പാറു, ഇവരോട് സംസാരിച്ച നമ്മുടെ സമാധാനം പോവും. വാ നമുക്ക് പോവാം. പാവം, അവര് നല്ല ടെൻഷനായെന്ന് തോന്നുന്നു. നമ്മൾ കാരണോ? അല്ല, നമ്മുടെ ചേട്ടന്മാര് കാരണം. നീ അതൊക്കെ കാര്യമാക്കണ്ട. ലവിൽ ഇതൊക്കെ കോമൺ അല്ലേ ബ്രോ? രാവിലെ തൊട്ട് ഓടിയതല്ലേ നമ്മള്. വേഗം പോയി ആ കുപ്പി എടുക്കാം. ഞാൻ അടിച്ച് ഫിറ്റ് ആവും. വേദാന്ത്, സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ നാളെ തന്നെ എല്ലാം ശരിയാക്കാനുള്ളതല്ലേ? അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല ബോസ്, രാത്രിക്ക് രാത്രി എന്റെ പെണ്ണിനെ വേണം അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ എവിടുന്ന് അറേഞ്ച് ചെയ്യാനാ? ഇതുവരെ എനിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. എടോ സുമേഷേ, താൻ എന്തൊക്കെയാ പറയുന്നത്? താൻ എന്ത് പറഞ്ഞാലും പൊട്ടത്തിന് മാത്രമേ പറയുള്ളൂ. ഞങ്ങൾ പറഞ്ഞത് രാത്രിയിലത്തേക്ക് ഒരു പെണ്ണിനെ വേണമെന്നല്ല. അത് പിന്നെ അറിയാതെ എന്റെ വായിൽ വന്നു പോയതാ, സോറി. എടോ സുമേഷേ, ഒരേ ഒരു കാര്യം തനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്ത് പറയാനാ ബോസ്, നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു ജോലിയാണല്ലോ. ഒരു വാക്ക് മാറിപ്പോയാ നാണവും മാനവും ഒക്കെ പോയി ഞാൻ ചാകേണ്ടി വരില്ലേ? വേദാന്ത്, എവിടെ നിന്റെ ഫോൺ തന്നെ? എന്റെ ഫോണോ? എന്താടാ ഇത്? നിന്റെ വീട്ടിലുള്ള ഒരു അമൂല്യം അല്ലാതെ നിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഒരു പെണ്ണ് പോലും ഇല്ലേ? അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ, അല്ലേ ആദി സാർ? എന്റെ ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അമ്മു, നമ്മളങ്ങനെ ചലഞ്ച് കൊടുത്തതുകൊണ്ട് അവരെങ്ങനെ ചെയ്യാൻ പോവോ? നീ അവരോട് എന്തൊക്കെ പറഞ്ഞാലും അത്ര ദേഷ്യത്തിൽ പറയാൻ പാടില്ലായിരുന്നു. പിന്നല്ലാതെ അവരെ പിടിച്ച് ഉമ്മ വയ്ക്കണമായിരുന്നോ? രണ്ടുപേരുടെ അഹങ്കാരം കണ്ടില്ലേ? അവർക്ക് ഇനി എവിടുന്ന് പെണ്ണ് കിട്ടുമെന്ന് എനിക്കൊന്ന് കാണണം. അവർക്ക് അങ്ങനെ നമ്മളെ വിട്ടുകളയാനൊന്നും പറ്റില്ല പാറു. അങ്ങനെയാണല്ലേ? അവരിപ്പോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് വേറൊരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യത്തിൽ പറയുന്നതല്ലേ? അത്രേ ഉള്ളൂ. എന്റെ ഈശ്വര, സാറിന് എന്നോടുള്ള ദേഷ്യം എത്രയും പെട്ടെന്ന് മാറ്റി തരണേ. സാറിനെ എന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടണേ. കൊള്ളാലോ, നിന്റെ സാറ് മാത്രം തിരിച്ചു വന്നാ മതിയെന്നാണോ പറയുന്നേ? അപ്പൊ എന്റെ കള്ളച്ചെറുക്കൻ തിരിച്ചു വരണ്ടേ? അവന്റെ മനസ്സ് മാറി തിരിച്ചു വരണെന്ന് പ്രാർത്ഥിക്കും. ശരി ഈശ്വര, അവരുടെ രണ്ടുപേരുടെയും മനസ്സിലെ ദേഷ്യമൊക്കെ മാറ്റി തിരിച്ചു കൊണ്ടുവരണേ. അമ്മ ചേച്ചി, പാറു ചേച്ചി, ദാ കൂൾ ഡ്രിങ്ക്സ്. ഇത് കുടിച്ച് എൻജോയ് ചെയ്യും. എന്താ മോനെ മനു, നിനക്ക് ഇങ്ങനെ ആലോചിക്കാനൊക്കെ അറിയോ? ആ ശരിയാണല്ലേ. എല്ലാം എന്റെ അഞ്ജുവിന് വേണ്ടിയാ. നീ എന്തീ ആലോചിച്ചോണ്ടിരിക്കുന്നെ? സ്വപ്നലോകത്ത് പോയിന്ന് തോന്നുന്നു. സ്വപ്നലോകത്തിലോ? പുറത്താരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവില്ലേ? അതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് സ്വപ്നം കണ്ട് നിൽക്കായിരിക്കും. ഓഹോ, നിനക്കിതൊക്കെ കണ്ട മനസ്സിലാവുമല്ലേ പാറു? അല്ല, മനസ്സിൽ സംസാരിക്കുന്ന കാര്യം എങ്ങനെയാ നിനക്ക് മനസ്സിലായി? മുഖത്തെ ഭാവം കണ്ടാൽ അറിയാലോ. അവനൊന്നും പുറത്തു പറയുന്നില്ലെങ്കിലും അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് അവന്റെ മുഖം കണ്ടാ അറിയാം. ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചതാ? എന്റെ ആദ്യ സാറ് ഇതുപോലെ മനസ്സുകൊണ്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ നിനക്ക് മനസ്സിലായി മനു മനസ്സിൽ എന്തോ സംസാരിക്കുന്നുണ്ടെന്നല്ലേ? ശരി, പറ മനു, എന്താ നീ മനസ്സിൽ പറഞ്ഞേ? ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. മനു, നീ സത്യം പറയാ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? രണ്ടുപേരും വിഷമിച്ചിരിക്കായിരുന്നില്ലേ? അതുകൊണ്ടാ ഒന്ന് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചത്. ഓ അങ്ങനെയാണോ? നീ ശരിക്കും നല്ലൊരു കുട്ടിയാ.
എന്തേലും ആവട്ടെ, ഞങ്ങള് വിഷമിച്ചിരിക്കുന്ന കാര്യം ഇപ്പൊ ആർക്കാ അറിയേണ്ടത്? എന്തായാലും ഇത് വാങ്ങി തന്നല്ലോ, ഇനിയിപ്പോ ഇതും കുടിച്ച് ബോധം കെട്ട് കിടക്കാം. ഇത് കുടിച്ച് ബോധം കെടാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതാ. മനു, നീ പോയിട്ട് ഒരു പേനയും പേപ്പറും സംഘടിപ്പിച്ചോണ്ട് വരൂ. പേനയും പേപ്പറോ? എന്തിനാ ചേച്ചി? എന്തെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്യാനുണ്ടോ? എടാ ചെല്ല്, പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക്. ശരി ശരി, പോയിട്ടൊരു 10 മിനിറ്റിൽ വരാം. ചേച്ചി ഇതാ പേപ്പർ. പെണ്ണ് കിട്ടിയില്ല, അതുകൊണ്ട് മാർക്കിന് എടുത്തിട്ടുണ്ട്. നീ കൊള്ളാലോ മനു, എത്ര പെട്ടെന്ന് പോയിട്ട് വന്നത്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാ. ഇതൊക്കെ ഇന്നു മുതല്. മദ്യം. പാറു, ഇത് പിടിക്കും. എന്താ നോക്കുന്നേ? ആണുങ്ങൾക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഇന്ന് മുതൽ നമ്മളും കുടിക്കണം. നീ കുടിക്കാൻ നോക്ക്. മനു പ്ലീസ്, ഒരു കപ്പ് കൂടി ഒഴിക്ക്. മനു വേണ്ട, ഇനി ഒഴിച്ചു കൊടുക്കണ്ട. അമ്മു ചേച്ചിയല്ലേ ചോദിക്കുന്നേ? ഇതെന്താ ശരിക്കും മതിയാണോ? കൂൾ ഡ്രിങ്ക്സ് അല്ലേ, കുടിക്ക് ചേച്ചി, ഒന്നും ആവില്ല. നീ വേഗം ഒന്ന് ഒഴിക്ക്. ശരി ചേച്ചി. പതുക്കെ പതുക്കെ പതുക്കെ, താഴെ വീഴില്ലേ? ചേച്ചി. എന്താ മനു? ഞാൻ വിളിച്ചത് നിന്നെയല്ലേ ചേച്ചി, അമ്മു ചേച്ചിനെയാ. അയ്യോ, പറയടാ മോനെ, പറ. അത് പിന്നെ അഞ്ചു ഇല്ലേ? ഒന്നുമില്ല ചേച്ചി, ചേച്ചി കുടിച്ചോ. എൻജോയ് ചെയ്യേ, എൻജോയ് ചെയ്യേ. വേദൻ, നമുക്കൊന്ന് ശ്രേയ ഒന്ന് വിളിച്ചാലോ? അത് വേണ്ട അതി.
അവള് നമ്മളെക്കാളും മൂത്ത ആളല്ലേ, നമ്മള് ചേച്ചി എന്നല്ലേ വിളിക്കാറ്. റൈറ്റ്. ഹേയ്, മീര ബെറ്റർ ഓപ്ഷൻ അല്ലേ? അയ്യോ അത് വേണ്ട, അവളെ കല്യാണം ഇപ്പൊ സെറ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കാരണം വല്ല പ്രശ്നം ഉണ്ടായാ ആ കുട്ടിയുടെ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയാലോ? അത് ശരിയാണല്ലേ. വേറെ പരിചയമുള്ള ആരാ ഉള്ളത്? എനിക്ക് ആരെ പരിചയം ഉണ്ടാവാനാ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നീ അറിയാതെ